കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നതായതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ സന്തോഷിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ ഒരു വക നൽകുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ, കാത് കുത്തിയവൻ പോയാൽ പകരം കമ്മലിട്ടവനെ കൊണ്ടുവരുന്ന ഒരാൾ ആണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ. ഈ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നല്ല താരങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കാലത്തും പിഴവൊന്നും വരുത്തിയിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ് നമ്മളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിൻസ് കിങ്കിസ്. അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്ന് തന്നെ നല്ല താരങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. ഇപ്പം അൽവരോ വാസ്കസിനെ നോക്കാനാണെങ്കിലും, ജോജോ പെരേര ഡയസിനെ നോക്കാനാണെങ്കിലും, നമ്മുടെ ഓസ്ട്രേലിയൻ താരമായിരുന്ന അപ്പോസ്റ്റലസ് ജിയാനുവിനെ നോക്കാനാണെങ്കിലും, ഇടയ്ക്ക് കൊണ്ടുവന്ന ഫെറൂസ് ഷെണിച്ചിനെ നോക്കാനാണെങ്കിലും, മുന്നേറ്റ നിരയിലേക്ക് നല്ല പ്രതിഭയുള്ള മുന്നേറ്റ നിര താരങ്ങളെ കൊണ്ടുവരുന്ന, വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നതിനകത്ത് കരോലിൻസ് കിങ്കിസ് ഇതുവരെയും ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. അദ്ദേഹം മാർജിനൽ സൈഡിംഗ് ആയിട്ട് മാത്രം കൊണ്ടുവന്ന പെപ്പറെ പോലും ഇവരുടെ സിസ്റ്റത്തിനനുസരിച്ച് കളിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും മുന്നേറ്റ നിരയിലെ താരങ്ങളുടെ സൈനിങ്ങിന്റെ കാര്യത്തിൽ ഒരു തരി പോലും വീഴ്ച വരുത്തിയിട്ടില്ലാത്ത ആളാണ് നമ്മളുടെ കരോലിൻസ് കിങ്കിസ് എന്നുള്ളത് ഈ പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട, ആശ്വസിക്കേണ്ട ഒരു ഘടകം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലേക്ക് വരുമ്പോൾ മുന്നേറ്റ നിരയിലെ രണ്ട് ശക്തികളാണ് കൊഴിഞ്ഞു പോകുന്നത്. സ്ട്രൈക്കറായിട്ട് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഹെസസ് ജിമിനസ് പോയി, അതോടൊപ്പം നമ്മുടെ പെപ്രയും പോയിട്ടുണ്ട്. അപ്പം ഇതിനോടകം തന്നെ രണ്ട് മുന്നേറ്റ വിദേശ നിര താരങ്ങൾ പോയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ബഡ്ജറ്റ് കരോലിൻസ് കിങ്കിസിന് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മികച്ച വിദേശ താരങ്ങളെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ദിമിത്രിയോസ് ഡിയമന്റോസിന്റെ കാര്യമൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അവരെല്ലാം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ കരോലിൻസ് കിങ്കിസ് ആണ്. അവരെ തൊട്ടടുത്ത സീസണിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് കൊണ്ടുപോകും, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. മികച്ച താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മുന്നേറ്റ നിരയിലേക്ക് വിദേശ താരങ്ങളെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ പറ്റുന്നയാളാണ് കരോലിൻസ് കിങ്കിസ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല സ്ട്രൈക്കിംഗ് സോണിന്റെ കാര്യത്തിൽ. കിരീടത്തിന്റെ കാര്യത്തിലൊക്കെ നോക്കണ്ട.